നടക്കുമ്പോൾ ഒരു കിതപ്പുണ്ട് കേട്ടോ. വയറിന് നല്ല കംപ്ലൈന്റ് ഉണ്ട്, എന്ത് കഴിച്ചാലും. അതുപോലെ നടുവിനും പ്രോബ്ലം ഉണ്ട് കേട്ടോ. നടുവിന് നല്ല സ്ട്രെയിൻ ഉണ്ട്. 3 വയറിന് പ്രശ്നമുണ്ട്, 4 ചെറിയ മസിൽ വീക്ക്നെസ് ഉണ്ട്. ഇതെല്ലാനും മൈഗ്രെയിന് കാരണങ്ങളാക്കിയേക്കാം. ഡോക്ടർ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ട്. ഡോക്ടർ ഓരോ തവണ തൊട്ട് നോക്കുമ്പോഴും ഓരോ തവണ പറഞ്ഞ വിഷയങ്ങളും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലെ കറക്ഷനും കൂടിയാണ്. അതും കൂടി വന്നാലാണ് പൂർണ്ണമായിട്ടും മാറുള്ളൂ. ഫുഡിന്റെ കൺട്രോൾ പട്ടിണി ഇരിക്കുന്നതല്ല, ചിലപ്പോൾ ഞാൻ കൂടുതൽ കഴിക്കാൻ പറയുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഒരെണ്ണം കേൾക്കുമ്പോൾ തന്നെ മരുന്നില്ലാതെ ചികിത്സിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ അതൊക്കെ ഒരു തട്ടിപ്പാണ് എന്നൊരു ചിന്തിക്കാതെ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് അമ്മ പറയാണ്, പിന്നെ എനിക്ക് ഇതുവരെയായിട്ട് തലവേദന വന്നിട്ടില്ല ഡോക്ടറെ. എന്നിട്ടും അടുത്ത വാക്കിലാണ് എനിക്ക് ശരിക്കും ഞെട്ടിലായി പോയത്. ഈ 40 വർഷമായിട്ട് തലവേദന എടുത്ത് ഞാൻ മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ച്. അപ്പോൾ എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഡോക്ടർ ഇപ്പോൾ തന്നെ പറഞ്ഞു മൈഗ്രെയിനെ പറ്റി, അല്ലെങ്കിൽ മൈഗ്രെയിൻ ചികിത്സിച്ച് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. ഡോക്ടർ അടുത്ത് വന്നിട്ടുള്ള ഒരുപാട് പേഷ്യൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഞാനും പല ആളുകളോടും ചോദിച്ചപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ഒന്ന് സ്പർശിച്ച് 1-2 വട്ടം ഡോക്ടർ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ മൈഗ്രെയിന് വലിയൊരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഇപ്പോൾ മൈഗ്രെയിനാണ്. കാരണം നമ്മളൊരു ചാനലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളും എല്ലാം കണ്ണിലേക്ക് അടിക്കുമ്പോഴത്തേക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തല പൊക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മൈഗ്രെയിൻ കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് എന്തെങ്കിലും അതിന് ഒരു മുക്തി നേടാൻ കഴിയുമോ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന മൈഗ്രെയിന് നമുക്ക് പെട്ടെന്ന് ക്വിക്ക് റിസൾട്ട് എന്നുള്ള രീതിയിൽ ഞാൻ വേണമെങ്കിൽ 1-2 പോയിന്റ്സ് കാണിച്ചു തരാം. ഇത് ആ പോയിന്റ്സ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒരു 2-3 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തലവേദന കുറയും. ഇത് ഞാൻ പറഞ്ഞതല്ല, അമേരിക്കൻ ഡോക്ടറായ ഫിറ്റ്ജെറാൾഡും യൂനിസും കൂടി പറഞ്ഞതാണ്. വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടും. ഒരു 90% മേളിൽ മൈഗ്രെയിനുകളും അപ്പം തന്നെ ആശ്വാസം ലഭിക്കും. ഇല്ലെങ്കിൽ 2-3 പ്രാവശ്യം ദിവസത്തിൽ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ. എനിക്ക് അതേപോലെ തന്നെ ഡോക്ടറിനോട് ഞാനിപ്പം ചോദിച്ചിട്ടുള്ള മിക്ക ചോദ്യങ്ങൾക്കുമുള്ള രോഗങ്ങൾ, അതിൻ്റെ പല കാര്യങ്ങളും എനിക്ക് തന്നെയുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നെഞ്ചരിച്ചിലാണെങ്കിലും അല്ലെങ്കിൽ നടുവേദനയാണെങ്കിലും മൈഗ്രെയിന്, സ്ട്രെസ്സ്, ഇതെല്ലാം ഇപ്പോൾ ഈ പ്രായത്തിലുള്ള ജോലി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും വന്നു പോകുന്നുണ്ട്. അപ്പം എനിക്ക് ഈ രോഗങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇതിൽ നിന്നൊരു റിസൾട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ? പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ പറയില്ല, പെട്ടെന്ന് അങ്ങനെ ഇമ്മീഡിയറ്റ് ആവശ്യം വരുന്ന സമയത്ത് ഞാനങ്ങനെ പോയിന്റ്സ് ഞാൻ കാണിച്ചിരുന്ന പോയിന്റ്സ് പ്രസ് ചെയ്താൽ മതി. ഇനി അതല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എനിക്ക് കാൽപാദത്തിൽ സ്പർശിക്കുമ്പോൾ അതിൻ്റെ രോഗകാരണം മനസ്സിലാവും. ഈ രോഗകാരണത്തിനെ കറക്റ്റ് ചെയ്താൽ ഇത് പെർമനൻ്റ് ആയിട്ട് മാറിക്കിട്ടും. നിങ്ങൾ നേരത്തെ എൻ്റെ ചോദിച്ച പെട്ടെന്നൊരു റിലീഫിന് വേണ്ടിയാണ്. ആ റിലീഫിന് വേണ്ട പോയിന്റ്സുകൾ ഞാൻ ആ രോഗികൾക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കും. ഇതിൻ്റെ പോയിന്റ്സിലൊന്ന് പ്രസ് ചെയ്താൽ മതി. ചികിത്സയിലേക്കൊന്ന് പോയാലോ? അതിനെന്താ കാണിച്ചു തരാലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഡോക്ടർ അമേരിക്കൻ ഡോക്ടറായ ഫിറ്റ്ജെറാൾഡ്, അദ്ദേഹത്തിൻ്റെ പഠനവും ഗവേഷണവുമാണ് ചികിത്സയെന്ന്. ഇതിലൂടെ എല്ലാ നാടിഞരമ്പും തലേന്ന് പുറപ്പെട്ട് എൻഡിങ് പോയിന്റ് കാൽപാദത്തിലുണ്ട്. നമുക്ക് കാൽപാദത്തിലൂടെ നിങ്ങളുടെ ആരോഗ്യത്തിൽ മൊത്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ കാല് ഇവിടെ വെച്ചോളൂ, 2 കാല് വയ്ക്കാം. ഞാനത് നോക്കണ്ട കേട്ടോ. ഞാൻ ചെറിയൊരു ക്രീം ഉപയോഗിക്കണ്ട കേട്ടോ, ലൂബ്രിക്കൻ്റ് ഉണ്ട്. നമുക്ക് കഴുത്തിന് പ്രോബ്ലം ഉണ്ട് കേട്ടോ, തലക്കൊരു ഹെവിനെസ് ഉണ്ട്, എപ്പോഴും ഒരു ക്ഷീണം എന്നുള്ള അവസ്ഥ. പിന്നെ കണ്ണിനും പ്രോബ്ലം കാണിക്കുന്നുണ്ട്. ഉറക്കക്കുറവുണ്ടോ? ഉറക്കക്കുറവില്ല, നടക്കുമ്പോൾ ഒരു കിതപ്പുണ്ട് കേട്ടോ. വയറിന് നല്ല കംപ്ലൈന്റ് ഉണ്ട്, എന്ത് കഴിച്ചാലും ഗ്യാസ് അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ട് കേട്ടോ. ശരിയാണോ? അതുപോലെ നടുവിനും പ്രോബ്ലം ഉണ്ട് കേട്ടോ. നടുവിന് നല്ല സ്ട്രെയിൻ ഉണ്ട്. നടുവേദന എന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷെ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നടുവേയിലേക്ക് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും. ഞാൻ പറഞ്ഞ മനസ്സിലായ? പക്ഷെ ഇപ്പം അത് മാറാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. 3 വയറിന് പ്രശ്നമുണ്ട്, 4 ചെറിയ മസിൽ വീക്ക്നെസ് ഉണ്ട്. ഇതെല്ലാനും മൈഗ്രെയിന് കാരണങ്ങളാക്കിയേക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായ? നമുക്ക് നമ്മുടെ തെറാപ്പിയിലൂടെ ഇതിനെ കറക്റ്റ് ചെയ്താൽ ഇത് പെർമനന്റ് ആയിട്ടുള്ള ആശ്വാസം കിട്ടും. ഉണ്ടാവില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പെർമനന്റ് ആയിട്ട് ഇതിനെ കറക്റ്റ് ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഞാൻ വേണമെങ്കിൽ 1-2 പോയിന്റ്സ് പറഞ്ഞുതരാം.
ഇത് പെട്ടെന്ന് തലവേദന ഒന്ന് കുറയാൻ വേണ്ടി, അതായത് നമ്മുടെ ഇവിടത്തിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഇവിടത്തിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഇവിടത്തിന് ഒരു 2 മുതൽ 5 മിനിറ്റ് വരെ നമുക്കിത് പ്രസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ 90% തലവേദനകളും മൈഗ്രെയിനും പെട്ടെന്ന് ആശ്വാസം വരും. ഇത് ഞാൻ പറഞ്ഞതല്ല, അമേരിക്കൻ ഡോക്ടറായ ഫിറ്റ്ജെറാൾഡ് പറഞ്ഞതാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്താൽ ഇത് പെർമനൻ്റ് ആയിട്ട് അത് മാറിക്കിട്ടുകയും ചെയ്യും. ഇത് നിങ്ങൾക്കൊരു മസാജ് പോലെ തോന്നുള്ളൂ, പക്ഷെ ഓരോരോ ഏരിയയിലും ഒരു പ്രത്യേക രീതിയിലാണ്. ഡോക്ടർ, ഈ പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ നമുക്കൊരു എത്ര നാൾ പിടിക്കും? ഇപ്പം എൻ്റെ ഈ പ്രശ്നങ്ങൾ മാറാൻ, നിങ്ങളിത് മാറണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കിന്ന് നിങ്ങളുടെ പ്രോബ്ലംസ് ഞാൻ കണ്ടു, ഇതിന് ഞാൻ തെറാപ്പി ചെയ്ത് വിട്ടുമ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൃത്യമായിട്ട് മനസ്സിലാവാൻ പറ്റും. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഇതാണ് മാറിക്കിട്ടും, ചിലപ്പോൾ കുറച്ച് ദിവസം വേണ്ടി വരും. ഇത് പൂർണ്ണമായിട്ടും മാറണമെങ്കിൽ ഒരു 8 മുതൽ 12 ആഴ്ചത്തോളം വേണ്ടി വരും. ഇപ്പം ഡോക്ടർ പറഞ്ഞു വിഷയമുണ്ടെന്ന്, അത് എങ്ങനെയാണ് മാറ്റാൻ കഴിയുന്നത്? അത് നെക്കിന്റെ ഇഷ്യൂസ് നിങ്ങളുടെ നല്ല രീതിയിൽ മസിൽസിന്റെ വീക്ക്നെസ് ഉണ്ട് അവിടെ. അപ്പം ഞാനിവിടെ തെറാപ്പിയിലൂടെ അതിനെ കറക്റ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സസൈസും പറഞ്ഞു തരും. അങ്ങനെ മസിൽസ് ശക്തിപ്പെടാൻ വേറെ ഉടായ്പ വഴികളില്ല. അവനൊരു എക്സസൈസ് ചെയ്തതിൻ്റെ മസിൽസിനെ ശക്തിപ്പെടുത്തേണ്ടി വരും. പക്ഷെ വേദനയും ബുദ്ധിമുട്ടും ബോൺ അലൈൻമെന്റ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിരക്ക് പിടിച്ച ലൈഫ് ആയതുകൊണ്ട് സമയം വളരെ കുറവായിരിക്കും. അപ്പം ഈ എക്സസൈസ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും നമുക്ക് സമയബന്ധിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഞാൻ കാണിച്ചു തരാറുള്ളൂ. അല്ലാതെ ജിംനേഷ്യത്തിൽ പോയി മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യുന്ന എക്സസൈസ് അല്ല ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാൻ പാകത്തിനുള്ള എക്സസൈസ് ആണ് കാണിച്ചു തരുള്ളൂ. ഇത് നമ്മൾ എത്ര നാള് ചെയ്യേണ്ടി വരും? ഇത് നിങ്ങളുടെ ഈ പ്രോബ്ലത്തിന് കൂടി ഒരു 6-7 സിറ്റിങ്ങിന്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ മാറാൻ വേണ്ടി ഞാൻ ആ പറഞ്ഞ സമയത്തോളം എടുക്കും. പൂർണ്ണമായിട്ടും മാറാൻ കുറയുന്നത് 6-7 സിറ്റിംഗ് തന്നെ നല്ല രീതിയിൽ മാറിക്കിട്ടും. ഈ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്തുകൊണ്ടായിരിക്കാം കൂടുതൽ വന്നത്? ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് കൂടുതൽ കാരണം നിങ്ങളുടെ സ്ട്രെസ് ഉണ്ടാവാം, നിങ്ങളുടെ ഭക്ഷണ രീതി ഉണ്ടാവാം, ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പല രീതിയിലുള്ള പ്രശ്നം കൊണ്ട് ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഞാനിവിടുന്ന് കാണുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലാണ്. ഞാൻ ആ സിസ്റ്റം കറക്റ്റ് ചെയ്യും. സിസ്റ്റം കറക്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറയും ഇന്ന രീതിയിലുള്ള ഫുഡുകളെ കഴിക്കാൻ പാടുള്ളൂ എന്ന്. എനിക്ക് തോന്നുന്നു എനിക്ക് ഇതിനു മുമ്പ് ഒരു ഫുഡ് പോയിസൺ വന്നായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഏറ്റവും നന്നായിട്ട് ഫുഡും കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയത്. പക്ഷെ കൺട്രോൾ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്, തളർച്ചയും കാര്യങ്ങളും. ഞാനിവിടെ ഫുഡ് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഡൈജസ്റ്റീവ് സിസ്റ്റം കറക്റ്റ് ചെയ്യും. സിസ്റ്റം കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഫുഡിന്റെ കൺട്രോൾ പറയാം. ഫുഡിന്റെ കൺട്രോൾ എന്ന് പട്ടിണി ഇരിക്കുന്നതല്ല, ചിലപ്പോൾ ഞാൻ കൂടുതൽ കഴിക്കാൻ പറയുകയും ചെയ്യുള്ളൂ. അത് ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചാണ് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുള്ളൂ. പക്ഷേ എൻ്റെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പുറത്തുനിന്നാണ് ഫുഡ്. കാരണം വെച്ച് കഴിക്കാനുള്ള സംവിധാനങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്നായിരിക്കും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ കഴിക്കാൻ കഴിയും? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ താങ്കൾ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ ഈ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വന്നെന്ന്. അത് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. പലരുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നത്. പക്ഷെ നമുക്ക് മറ്റു മാർഗങ്ങളില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? മാർഗങ്ങള് എന്തിനും പരിഹാരങ്ങളുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ സാധാരണ ഇതിൽ ചെയ്യേണ്ടത് മറ്റേ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക. അതിപ്പോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരണ്ടല്ലോ ഇന്നതാണ് അൺഹെൽത്തി, നിങ്ങൾക്ക് തന്നെ അറിയാം. മനസ്സിലായി. 2 കഴിക്കുമ്പോൾ വയറ് നിറയാതെ നോക്കുക. ഭക്ഷണം കഴിച്ച ഉടനടി ഒരുപാട് വെള്ളം കുടിക്കാതെ നോക്കുക. ഇറങ്ങിപ്പോകാനുള്ള വെള്ളം കുടിക്കുക. പിന്നെ വയറ് കാലിയാവാതെ നോക്കുക. ഇത്തരം കാര്യങ്ങൾ നോക്കി തന്നെ ഒരു 90% മേളിൽ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പിന്നെ നമുക്കറിയാലോ നല്ല രീതിയിൽ ചവച്ചരിച്ച് കഴിക്കണം, അറിയാലോ. അതെല്ലാം രോഗിയുടെ ഭാഗത്തുനിന്ന് മാത്രം ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അത് ശ്രദ്ധിച്ചാൽ തന്നെയാണ് രോഗം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. മീറ്റ് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവുമോ? മീറ്റ് നമ്മുടെ ശരീരത്തിന് വളരെ വേണ്ട സാധനമാണ്. നമുക്ക് തന്നെ അറിയാം, പരിശോധിച്ചാൽ അറിയാം 9 തരം പ്രോട്ടീൻസ് നമ്മുടെ ശരീരം ഉണ്ടാക്കാനുള്ള. അപ്പൊ ആ പ്രോട്ടീൻസ് കിട്ടുന്ന മെയിൻ സാധനങ്ങൾ നോൺ വെജിൽ നിന്നാണ്.
അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നോൺ വെജ് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. അല്ല, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് കഴിക്കുന്നത് കുഴിമന്തിയും ഷവർമയും അതേ കൂട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പൊ അത് മീറ്റാണ്. മസാലകൾ പരമാവധി കുറയ്ക്കുക, വയറ് നിറയ്ക്കാതെ നോക്കുക. നമുക്ക് മാംസം കഴിക്കാൻ പറ്റും, നോൺ വെജ് കഴിക്കാൻ പറ്റും എന്ന് വെച്ച് എങ്ങനെയും എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അത് കഴിക്കേണ്ട രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. അതുപോലെ വയറ് നിറച്ച് കഴിക്കാതിരിക്കാൻ നോക്കുക. എല്ലാനും മിതമായിട്ടുള്ള ലെവലിൽ പോയാൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ ഡോക്ടർ, ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത തവണ വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ട്. ഡോക്ടർ ഓരോ തവണ തൊട്ട് നോക്കുമ്പോഴും ഓരോ തവണ പറഞ്ഞ വിഷയങ്ങളും എനിക്ക് ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളാണ്. അപ്പൊ അതിനൊരു ഏറ്റവും വലിയ പരിഹാരം ഉണ്ടാക്കാൻ ഡോക്ടർ കഴിയണമെങ്കിൽ അത് തന്നെ ആയിരിക്കും ഏറ്റവും വലിയ അത്ഭുതം. ഇവിടെ വന്ന രോഗികളിൽ വെച്ച് താങ്കളുടെ രോഗം വളരെ ചെറുതാണ്. പലരും ഈ സ്റ്റേജൊക്കെ വിട്ട് എല്ലാ രീതിയിലുള്ള ചികിത്സകൾ നടത്തിയതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ എന്നെ സമീപിക്കാറ്. ഞാൻ പറഞ്ഞ ഒരു 6-7 സിറ്റിംഗ് കൊണ്ട് തന്നെ നിങ്ങളുടെ 99% പ്രോബ്ലംസ് പോവും. പക്ഷെ ഞാൻ 8 മുതൽ 12 ആഴ്ചത്തോളം പറയണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലെ കറക്ഷനും കൂടിയാണ്. അതും കൂടി വന്നാലാണ് പൂർണ്ണമായിട്ടും മാറുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വണ്ടിയുടെ മെക്കാനിക്കിന് എഞ്ചിൻ ശരിയാക്കാൻ പറ്റും. പക്ഷേ എഞ്ചിന് നല്ല ഓയിൽ ഒഴിക്കേണ്ടത്, ഫ്യൂവല് കറക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെയും വരാം. അപ്പൊ അതുകൊണ്ടാണ് പലരുടെ രോഗങ്ങളിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസും പറഞ്ഞ് ഇങ്ങനെ തള്ളിക്കളയുന്നത്. അവനവനിക്ക് മാറ്റം വേണമെന്ന് അവനവൻ തന്നെ തീരുമാനിച്ചാൽ മാത്രമാണ് പൂർണ്ണമായിട്ടുള്ള മുക്തി കിട്ടുള്ളൂ. പലരും ചിന്താഗതി എന്താണെന്ന് അറിയാമോ? ഞാൻ മൈഗ്രെയിന് പോയി ഡോക്ടറെ കണ്ടു, ഇനി ഡോക്ടറിന്റെ ഉത്തരവാദിത്തമാണ് രോഗം മാറ്റി തരല്. അങ്ങനെയല്ല. അതുകൊണ്ടാണ് പലരും മൈഗ്രെയിൻ മാറാത്തത്, ബാക്ക് പെയിൻ മാറാത്തത്. ഞാനൊരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഇപ്പൊ കുറെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. ഇപ്പൊ ലൈറ്റിന് വിഷയമുണ്ടോ, അച്ഛനും അമ്മയ്ക്കും മൈഗ്രെയിൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ തലവേദന ഉണ്ടായിരുന്നോ, ആഹാരം കഴിച്ചില്ലെങ്കിലാണോ വിഷയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നോട്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഒരു 3ാമത്തെ ലെവലിലാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആവും, ഇനി മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ അത് മാറ്റാൻ കഴിയൂ, അല്ലാതെ വേറെ വഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇനി മരുന്ന് കഴിക്കേണ്ടി വരുമോ? അത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. അദ്ദേഹം നിങ്ങളുടെ റൂട്ട് കോസ് എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞോ? ഇല്ല. അവിടെയാണ് കാരണം. ഞാൻ നിങ്ങളുടെ കൃത്യമായിട്ട് കാൽപാദത്തിലൂടെ നിങ്ങൾ പറയാതെ നിങ്ങളുടെ പ്രോബ്ലംസ് ഞാൻ അങ്ങോട്ട് പറയണേ ചെയ്തത്. ഇത് കറക്റ്റായാൽ നിങ്ങളുടെ പ്രോബ്ലം മാറി. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഇതാണ് നമ്മളുടെ തിയറി. നമ്മളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തിയെടുക്കുക. ഇന്റേണൽ ഓർഗൻസ്, നാഡി ഞരമ്പിനെ നമുക്ക് റിഫ്രഷ് ചെയ്ത് സെൽസ് ആക്ടിവേഷനിലൂടെ ആരോഗ്യം മെച്ചപ്പെടുത്തിക്കുക. നമുക്കെല്ലാം അറിയാം, രോഗം മാറ്റാനുള്ള കഴിവ് ശരീരത്തിനേ ഉള്ളൂ. ശരീരം രോഗം മാറ്റണം എങ്ങനെ? ഇതുപോലെയാണ്. എനിക്കൊന്ന് ഞാൻ അന്ന് അദ്ദേഹത്തിനോട് ഇതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് ചോദിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞു അതിന് റൂട്ട് കോസ് ആയിട്ട് ഒന്നുമില്ല, അതിന് ചിലപ്പോൾ തന്നെ മാറും, അല്ലെങ്കിൽ വർഷങ്ങളോളം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ മറ്റു ഓപ്ഷൻസ് ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മളെ സമീപിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 90% മേലുള്ള ആളുകൾക്കും നമ്മളുടെ മൈഗ്രെയിൻ പെട്ടെന്ന് തന്നെ മാറും. ഇപ്പോൾ ഒരു അമ്മ ഇവിടെ വന്നിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയൊരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. 40 വർഷമായിട്ടുള്ള തലവേദനയായിരുന്നു. ഭർത്താവും മകനും അമ്മയും കൂടിയാണ് പാലക്കാട് നിന്നാണ് വന്നത്. ഏകദേശം ഒരു 5 സിറ്റിംഗ് ആയപ്പോഴേക്കും നല്ല രീതിയിൽ കുറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, മകൻ്റെ കല്യാണമാണ് ഡോക്ടറെ, അടുത്ത ആഴ്ച കല്യാണം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ മകൻ്റെ കല്യാണം കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച വീണ്ടും അച്ഛനും മകനും അമ്മയും കൂടി വന്നതാണ്. അമ്മ പറയാണ്, പിന്നെ എനിക്ക് ഇതുവരെയായിട്ട് തലവേദന വന്നിട്ടില്ല ഡോക്ടറെ. എന്നിട്ട് അടുത്ത വാക്കിലാണ് എനിക്ക് ശരിക്കും ഞെട്ടിലായി പോയത്. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയാവോ? 40 വർഷമായിട്ട് തലവേദന എടുത്ത് ഞാൻ മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ച്. അപ്പം എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അതാണ് കേട്ടോടുകൂടി ഹസ്ബൻഡും മോനിക്കും വല്ലാണ്ട്. അപ്പോൾ എനിക്കും ഭയങ്കര ഇതായി. എന്നിട്ട് അവർ ഒരുപാട് എൻ്റെ അടുത്ത് നന്ദി പറഞ്ഞു. അല്ല, എനിക്കൊന്നും അത് അവരുടെ മനസ്സുള്ളിൽ തട്ടിയാണ് പറഞ്ഞത്. അപ്പൊ എന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശാരീരികപരമായിട്ട് മുന്നോട്ട് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ വിഷമം അതായിരിക്കും. എന്നെ സംബന്ധിച്ച് ജോലി ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തലവേദന എടുത്ത് കിടക്കുന്ന ഒരു അവസ്ഥ വരുമ്പം നമുക്ക് തന്നെ മടുപ്പായി പോകും, ജീവിതം തന്നെ മടുപ്പായി പോകും. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അവർക്കും ഈ അനുഭവങ്ങളുണ്ട്. കാരണം ജീവിതം തന്നെ മടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഒരു തലവേദന മതിയല്ലോ നമ്മുടെ ജീവിതം തകർക്കാൻ. അപ്പൊ എല്ലാ ദിവസവും ഈ തലവേദന ഉണ്ടെങ്കിൽ ഇതും കൊണ്ട് ഇങ്ങനെ നടക്കേണ്ടി വരും.
ചിലപ്പോൾ മരണത്തെ പറ്റി വരെ ചിന്തിച്ചു പോകും. അപ്പോൾ അവരെ അതിന് കുറ്റം പറയാൻ കഴിയില്ല. അപ്പോൾ അതിൽ നിന്നും ഡോക്ടർ അവർക്കൊരു മുക്തി ലഭിച്ച് അല്ലെങ്കിൽ മുക്തി നേടിക്കൊടുത്തുവെങ്കിൽ ഡോക്ടർ അവർക്ക് ദൈവം തന്നെയായിരിക്കും. ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് മാത്രം വർക്ക് ചെയ്യണുള്ളൂ. ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൽ സൂചിപ്പിച്ചതുപോലെ എനിക്ക് കാൽപാദത്തിലൂടെ രോഗങ്ങൾ മനസ്സിലാക്കാനും ഞാൻ തെറാപ്പിയിലൂടെ അത് പരിഹരിക്കാനും പറ്റും. അപ്പോൾ ഞാനത് ചെയ്യാണ്. ഒപ്പം നമ്മൾ ദൈവത്തിനെ മുൻനിർത്തി ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യുക. ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഏത് രോഗവും അത് നിസ്സാരമായിട്ട് തന്നെ മാറിക്കിട്ടും. ചില ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ചിലപ്പോൾ 10-20 വർഷം പഴക്കമുള്ളത് 1-2 പ്രാവശ്യം വന്നിട്ട് മാറിയില്ല എന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ അവരോട് പറയുന്നത് നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ഫോളോ അപ്പ് ചെയ്യും. ഏതായാലും ഒത്തിരി എക്സ്പെൻസ് വന്നതല്ല. ഒരു 2 ജോഡി ഡ്രസ്സ് എടുക്കേണ്ട കാശ് പറഞ്ഞോളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറഞ്ഞോ എന്നാണ് ഞാൻ പറയാറ്. പിന്നെ നമുക്കിതുപോലുള്ള ചികിത്സാ രീതിയെ കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ നമുക്കിപ്പോൾ പല മാർഗങ്ങളും ഉണ്ട്. അപ്പോൾ ഒരെണ്ണം കേൾക്കുമ്പോൾ തന്നെ മരുന്നില്ലാതെ ചികിത്സിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ അതൊക്കെ ഒരു തട്ടിപ്പാണ് എന്നൊരു ചിന്തിക്കാതെ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് ശേഷം പ്രതികരിക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. ശരിയല്ലേ? അതിങ്ങനെ ഉള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്കും സന്തോഷമായിരിക്കും. പിന്നെ എന്തെങ്കിലും ചികിത്സേനെ കുറിച്ച് അറിയെങ്കിൽ നമ്മളോട് നേരിട്ട് ചോദിച്ചാലേ നമുക്ക് ഉത്തരങ്ങൾ പറയാൻ പറ്റുള്ളൂ. കറക്റ്റ് അല്ലേ? അതെ. എന്താണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട്.